ഐഡിയ തന്നൂടെ? ഞാൻ കുറെ നേരം അവിടെ നോക്കിക്കൊണ്ടിരിക്കുക സംസാരിക്കാനായിട്ട്. ഈ കുട്ടി സംസാരിക്കാൻ പ്ലെയിൻ കണക്കങ്ങ് പോവാ പറന്ന്. ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നത്, പിന്നെ നീ എന്തിനാ എന്റെ അടുത്ത് സംസാരിക്കുന്ന? എന്താ വേണമെന്ന് ചോദിച്ചില്ലേ? ഈ കുട്ടിയെ വേണം. എന്താ തന്നെ എണീറ്റു, ഞങ്ങൾ സംസാരിച്ചോളാം. ഇനി ഈ കുട്ടിയുടെ അടുത്ത് സംസാരിക്കണ്ട. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം? അത് അവളല്ലേ പറയേണ്ടത്. അവള് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞാൽ മതി. അവക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവളല്ലേ പറയേണ്ടത്, നീയാണ് സംസാരിക്കുന്നത്. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അവിടെ പറയണം കുറച്ചും കൂടെ. ഐ ലവ് യു എന്ന് പറയണം. ഐ ലവ് യു എന്ന് പറയണം. അതൊക്കെ ഓൾഡാ കൊച്ചെ. വീട്ടിൽ പോടേ നീ എണീറ്റ്. കുട്ടിയാ ഫോൺ എടുത്തേ. ഫോൺ തരാൻ പറ്റത്തില്ല. ചൂടാവണ്ടായിരുന്നു. ഫോണല്ലേ ചോദിച്ചൊന്നുമില്ലല്ലോ. എന്നാ പറ്റി ഒരു കാര്യം ചെയ്യും. കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ കുഴപ്പമുണ്ടോ? നമ്മൾ സെൽഫി എടുക്കാം. താല്പര്യമില്ല, എടുക്കണ്ട. ഒരു സെൽഫി എടുക്കുന്നതിന് എന്താ പ്രോബ്ലം? സയന്റിസ്റ്റ് എന്നാ പിന്നെ ഈ കുട്ടി ഇങ്ങനെ വേണ്ടേ? എന്നാ പിന്നെ ഇയാളെ നോക്കി ഇവിടെ. ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇയാളെ നോക്കാന്ന് പറഞ്ഞാൽ ഇയാളെ സമ്മതിക്കൂ? എന്നാ താഴോട്ടൊക്കെ മുഖത്ത് നോക്കി പറ. ചേടാ ഞാൻ ആരാന്ന് പറഞ്ഞു. ബാഗ് കുട്ടിയിട്ടാണോ? എന്നാ ഇത് വേണമെങ്കിൽ ഈ കുട്ടിയുടെ നമ്പർ എന്ന ബാഗ് തരാം. ഈ കുട്ടിയുടെ നമ്പർ എന്ന ബാഗ് തരാം. ഇല്ലെങ്കിൽ എന്താ കാണിക്കുന്നത് അപ്പൊ കാണാം. പിന്നെ ഒരു കാര്യം ചെയ്യും, ഇയാൾ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അതിന്റെ ആവശ്യം എനിക്കില്ല. അവിടെ മുനിസിപ്പാലിറ്റിയിൽ എന്നാ ഈ കണ്ടവന്മാര് ഈ ബാഗ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ മോഷണം. എന്നാ പിന്നെ കുട്ടിക്ക് ബാഗ് ഉണ്ടോ? നീ നാട്ടുകാരുടെ ബാഗ് വെക്കലാണോ? എനിക്ക് ബാഗല്ലേ, ഈ കുട്ടിയുടെ മനസ്സാ വേണ്ടത്. അതായത് ഇത് എടുക്കാൻ എന്തോ വെയിറ്റ് ഉള്ള സാധനം വരാണോ ഈ മനസ്സെന്ന് പറയുന്നത്? എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? എന്തായിട്ട് അഭിനയിക്കണം? ഇതിനു വേണ്ടി എവിടെയാണ് ആപ്ലിക്കേഷൻ? ഇല്ല, പോകാൻ പറ്റത്തില്ല. ഇറിറ്റേറ്റ് അല്ലേ കാര്യം പറഞ്ഞതാ. എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് നല്ലപോലെ ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അതെ, ഈ കുട്ടിയെ നിനക്ക് അറിയോ? എനിക്കറിയാം, എന്റെ ഫ്രണ്ടാണ്. എന്നാ പിന്നെ എന്റെ ഫ്രണ്ട് അല്ല. എന്നാ പിന്നെ പറഞ്ഞോട്. ഇവർക്ക് ഭയങ്കര കുഴപ്പം. കുറെ നേരം കൊണ്ട് ഇവിടെ ശല്യം ചെയ്തോണ്ടിരിക്കും. നീ ഇവിടെ ഇരിക്കുന്നതാണ് ഈ കുട്ടി. നീ ഇവിടെ ഇരിക്കുന്നതാണ് ഈ കുട്ടിയുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അവിടെ വന്നപ്പോ തൊട്ട് ഈ കുട്ടീനെ 5 സെന്റിമീറ്റർ മാറി ഞാൻ പറഞ്ഞ് സംസാരിച്ചോളാം. ഞാൻ അവിടെ വന്നപ്പോഴേ ഞാൻ വഴിയിൽ നിന്ന് കണ്ട ഒരു പബ്ലിക്, ഞാനൊരു പബ്ലിക് എന്റെ പേര് ഇല്ലെങ്കിൽ മാറി ഞാൻ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇയാള് ചെയ്യാനുള്ളത് ചെയ്യാൻ. ഇല്ലെങ്കിൽ ആ കുട്ടി അവിടെ തന്നെ ഇരിക്കും. കുട്ടി അവിടെ ഇരിക്കും. കൈമാറ്റം ഇത് വളരെ ചെക്ക് പോസ്റ്റ് അല്ലേ മാറ്റാൻ? ഇത് കയ്യാ. കുട്ടി, ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നില്ല. ഇപ്പൊ മാറിയിരിക്കും. എന്റെ പേര് അറിയോ? നീ ഏതാ? ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്റെ അടുത്ത് ഇത്രയും സംസാരിക്കാൻ നീ ഏതാ? ഇവിടെ സംസാരിച്ച ഏറ്റവും നീയല്ലേ ഇരിക്കുന്ന? അതുകൊണ്ട് ഓ, എന്നാ ഒരു കാര്യം ചെയ്യും. ഈ കുട്ടി എടുത്ത് എനിക്ക് ഷൗട്ട് ചെയ്യണ്ട. കുട്ടി പബ്ലിക് പ്ലേസ്. എനിക്ക് പബ്ലിക് ആര് കണ്ടാലും കുഴപ്പമില്ല. എനിക്ക് കുട്ടിയുടെ ഇഷ്ടം തന്നാൽ ഞാൻ പോകണം. ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും സീരിയസ് ആയിട്ട് കാര്യം നടക്കും. ഇൻസ്റ്റാഗ്രാമിൽ കളിച്ചോണ്ടിരിക്കും. നോക്കി എന്നാ ഈ ഫോൺ എടുത്തു തന്നോ. പിന്നെ ആ ഫോൺ ഞാൻ നമ്പർ ഇട്ടതല്ലേ? എന്നാ QR കോഡ് ഇങ്ങനെ കാണിച്ചു തരൂ. സ്കാൻ ആക്കാനാ വാട്സപ്പില്. എന്നാ പിന്നെ ഇയാൾ ഇത് എന്ത് കഷ്ടമെന്ന് പറ. എന്നാ കുട്ടി വന്നേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കുട്ടി കുട്ടിയുടെ സംസാരിക്കാം. ഇതിൽ ആരെങ്കിലും പാടി എനിക്ക് സീക്രട്ട് ഒരു കാര്യം പറയണ്ടെന്ന്. എന്നാ ഈ കുട്ടിയെ കേക്കൊന്ന് താല്പര്യമില്ലാത്തോണ്ടാണോ കേൾക്കാത്ത? ഇല്ലെങ്കിൽ നീ മിണ്ടാടി അടിച്ചു തരണമെങ്കിൽ. ചേട്ടാ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾ അടിച്ചായിരുന്നു. നീ എന്നെ അടിച്ചാ നീ എന്ത് ചെയ്യും? അല്ല ഞാൻ കാര്യം പറയട്ടെ. ഇയാളുടെ ശരീരത്ത് തൊട്ടുന്ന എന്റെ ശരീരത്ത് തൊടുന്ന ബ്ലഡ്. ഞാൻ ഇയാളെ അടിച്ച, ഞാൻ ഇങ്ങനെ കൈ ഓങ്ങിയതല്ലേ ഉള്ളു. ഞാൻ കാര്യം പറയട്ടെ, ചാത്തന്നൂർ വിപിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നേ അവരൊരു പെണ്ണും അടിച്ചിട്ടില്ല. ചാത്തന്നൂർ വിപിൻ. ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കി അറിയാം ചാത്തന്നൂർ വിപിൻ ആരാന്ന്. ചാത്തന്നൂർ വിപിൻ ആരാന്ന് നീ ആൾക്കാരുടെ ചോദിച്ചു നോക്കുന്ന. പിന്നെ അപ്പൊ അറിയാം. മിണ്ടാടി വെച്ച് അടിച്ചിരുന്നെങ്കിൽ നീ ഒരു പെണ്ണായി പോയി. നീ ഒരു പെണ്ണായി പോയിട്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഞാൻ പറഞ്ഞില്ലേ, കണ്ട ലോക്കൽസ് എനിക്ക് കൈവെക്കേണ്ട കാര്യമില്ല.
ഈ മോളെ ഇത് വാടി കളപ്പുറത്ത് പോയിട്ടേ മീനെടുത്ത് കയ്യ വാടിയിലോ എവിടാന്ന് വെച്ചാ ചെയ്യ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും നേരം സംസാരിച്ച ഞാൻ എവിടെ എടുത്ത നീ റേസിന്റെ കാര്യം എന്തുവാ? നീ എന്തിനാ നീ നേരത്തെ ഇപ്പൊ കൈവച്ച് എന്താ നീ നേരത്തെ കൈ ഇപ്പൊ എന്താ നീ നേരത്തെ കൈവച്ച് എന്റെ കൈ നീ എന്റെ വയറ്റ് അടിക്കേണ്ട കാര്യം എന്തുവാ? നിന്നോട് സംസാരിക്കാൻ ഞാൻ എന്ത് പബ്ലിക് പ്രോപ്പർട്ടിയാ എന്റെ കൈയൊക്കെ അടിക്കാൻ? അല്ല കുട്ടി ഉണ്ടായി കുട്ടിക്ക് ഒരു കുഴപ്പം വരത്തില്ല. അല്ല ഇയാളെന്താ എന്റെ കൈ അടിച്ച് ഞാൻ വയറ്റിലടിക്കേണ്ട കാര്യം എന്തുവാ? നീ എണീറ്റ് പോളെ നീ എന്നാ പിന്നെ അങ്ങനെ കാണിക്കുന്നുള്ളൂ. കുട്ടി പേടിക്കണ്ട, കുട്ടിയുടെ ഫ്രണ്ട് വെച്ച് ഞാൻ ഈ കുട്ടി ഒന്നും ചെയ്തില്ല. നേരത്തെ അല്ലെങ്കിൽ ചെയ്ത വേറെ പ്രശ്നം ഈ കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും നോക്കണ്ട ആവശ്യമില്ല. ഞാൻ ഈ കുട്ടിയുടെ കാര്യം നോക്കിക്കോളാം. പിന്നെ എന്താ നീ എന്തിനാ എന്നെ അടിക്കേണ്ട കാര്യം എന്തുവാ? കൂടെ എണീറ്റ് പിന്നെ ഇല്ലെങ്കില് 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 ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നീ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ കാണാം. അന്നാ നീ കാണിച്ചിട്ട് വന്നാ മതി. നീ കാണിച്ചിട്ട് വന്നാ ഇല്ലെങ്കില് നീ നീ കാണിച്ചിട്ട് ഇല്ലെങ്കില് മേടിക്കണ്ടേ അന്നാ നീ ഒന്ന് മേടിച്ചിട്ട് വന്നാ അത്ര മതി. ഫോൺ കയ്യിരിക്കുന്നു. അത് വെടിയിരി. പോണ്ടാ. ഡീ പോടി ഡീ പോടി. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ് നീ എന്റെ ഫോൺ എടുക്കണ്ട ചാത്തന്നൂർ ആവശ്യമില്ല. വിപിന്റെ മുഖത്ത് നോക്കി ഇന്നേ വരെ ഒരാള് സംസാരിച്ചിട്ടില്ല, ഫോൺ കൈ വെച്ച് മേടിച്ചിട്ടില്ല. നീ പോ വീട്ടിൽ പോ വീട്ടിൽ പോ ഇല്ലെങ്കില് നീ പോത്തില്ല. ഇല്ല എന്നാ നീ പോണ്ട കാര്യം എനിക്ക് കാണണം. കൈവക്കാര് പറഞ്ഞു ഇല്ല, കൈവക്കാര് പറഞ്ഞു കൈ എടുക്കാൻ. കൈ